ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ ഒരു നഷ്ടമായി മാറിയിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി ആദ്യമായി മൻമോഹൻ സിംഗിനെ ഗവർണറായി നടത്തുന്നതിന് സഹായിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും വിവേകബുദ്ധിയും സാമ്പത്തിക അതിലും ഉപരി എളിമയുടെ ഒരു ജീവിതമാണ് അദ്ദേഹവുമായി കൂട്ടുനിൽക്കുന്നവരും ഒരിക്കലും അദ്ദേഹവുമായിട്ട് ഏത് കാര്യം വന്നാലും അതിനെ സഹിക്കുവാനും അതിന് ബദലായി നിന്ന് പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന് മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിർത്തിയ അത് സാമ്പത്തിക രംഗത്തായാലും മറ്റിതര മേഖലകളിലായാലും എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യത്തെ പ്രോജ്വലമായി മുന്നോട്ട് നയിക്കാൻ വലിയ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടാക്കിയ വിടവ് എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ വിയോഗം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ പോരായ്മകളുള്ള രാഷ്ട്രീയമായ പരാജയങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മുന്നണി ഗവൺമെന്റായി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 2004 ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. രണ്ടാമത് 2009 ആ ഗവൺമെന്റ് തുടരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തിരിച്ചു വരാൻ കഴിയുമ്പോൾ ആ 10 വർഷക്കാലം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഭരണാധികാരി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഈ അനുശോചന യോഗത്തില്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TU കുരുവിള, KA ജോയി, AG ജോർജ്, ഉണ്ണികൃഷ്ണൻ മാങ്കോട്, PT ബെന്നി, PK മൊയ്തു, മാത്യു ജോസഫ്, ഇബ്രാഹിം കവല, KP ബാബു, AC രാജശേഖരൻ, AT പൗലോസ്, ബാബു ഏലിയാസ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തൊരു മതനിരപേക്ഷ പ്രസ്ഥാനം ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയും സംശയവും നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന് നിൽക്കുന്ന സന്ദർഭത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ഒരു മതനിരപേക്ഷ കൂട്ടായ്മയുടെ പ്രതിനിധിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയോഗിക്കുന്നു. അതിൽ ആ കാലഘട്ടത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള MP-മാരുടെ എണ്ണം ആ ഒരു വഴിയൊരുക്കുന്ന കാര്യത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ല് ഉറപ്പിച്ചു നിർത്തുന്നതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച സഹോദരൻ സുർജിത്ത്, അദ്ദേഹവും മൻമോഹൻ സിംഗും തമ്മിലുള്ള ബന്ധം ആ കാലഘട്ടത്തിലും അതിനുശേഷവും നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വിദേശയാത്ര കഴിഞ്ഞ് മൻമോഹൻ സിംഗ് വരുമ്പോൾ പ്രിയപ്പെട്ട സഖാവ് ആശുപത്രിയിലാണ്. ആ ആശുപത്രി പോയി നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുവാനുള്ള ഒരു താല്പര്യം, ആ ബന്ധത്തിൻ്റെ ആഴം നമ്മോട് വിളിച്ചു പറയുക. Media 60 കോതമംഗലം.